ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാനായിട്ടും ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കൽ നോക്കാം. ഫസ്റ്റിലിതാ അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയോ ഏതാ ഓയിലെന്ന് വെച്ചാൽ ഒഴിച്ചെടുക്കുക. 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് പൊട്ടിയാൽ 1/2 ടീസ്പൂണ് തന്നെ നമുക്ക് ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ആ ഒരു അളവിൽ തന്നെ കടൽപ്പരിപ്പാണ് വേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ കപ്പലണ്ടി ഉണ്ടെങ്കിൽ കുറച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം. അതെൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയതാണെങ്കിൽ പകുതി മതി. ഞാൻ ഒരു ചെറിയ സൈസുള്ളതാണ് എടുത്തിട്ടുള്ളത്. നേരിയതായിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. അതും കൂടിയിട്ട് എല്ലാം കൂടി മിക്സാക്കി കൊടുക്കുക. ഉള്ളി നല്ലപോലെ വേവൊന്നും വേണ്ട. ഇപ്പോഴ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ബീൻസാണ് എടുത്തിട്ടുള്ളത്. ഒരു ക്യാരറ്റിൻ്റെ പകുതി. ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം വരെ ആവാം. വെജിറ്റബിൾസ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ചേർക്കട്ടോ. ഇനി ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നോർമൽ ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഗ്രീൻ പീസ് ഫ്രോസൺ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് മുഴുവനായിട്ടും എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയും അതുപോലെ തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ നല്ല പോലെ വെന്തുടയൊന്നും വേണ്ട. ഒരു 1/4 ഭാഗം വേവ് ആയാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മുഴുവനായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഈ ഒരു പാത്രം വെക്കുന്ന ടൈമിൽ തന്നെ ഞാൻ സേമിയ വേവിക്കാനുള്ള വെള്ളം ഇപ്പുറത്തെ അടുപ്പിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ആ ഒരു ടൈം സേമിയ വേവുന്ന ടൈം മതി നമുക്ക് വെജിറ്റബിൾസ് വെന്ത് കിട്ടാനായിട്ട്. എല്ലാം പെട്ടെന്ന് വേവുന്ന തന്നെയല്ലേ ഫ്രോസൺ ഗ്രീൻ പീസ്, അതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത ക്യാരറ്റും ബീൻസും അല്ലേ. മാത്രമല്ല ഫുള്ളായിട്ട് വേവുകയും വേണ്ട. വെജിറ്റബിൾസ് വേവുന്ന ഒരു ടൈമിൽ വെള്ളം തിളച്ചതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെജിറ്റബിൾസിൽ കുറച്ച് ഉപ്പ് ചേർത്തതാണ്. ആ ഒരു ഉപ്പ് നോക്കിയിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിൽ കൂടിപ്പോകാൻ പാടില്ല. ഇനി കുറച്ച് ഓയിലും കൂടി ഞാൻ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വേമസിലി പരസ്പരം ഒട്ടിപ്പോവാണ്ടിരിക്കാൻ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു നീളത്തിലുള്ള വേമസിലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് പീസാക്കിയിട്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കിനി ചെറിയ സൈസിലുള്ളത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ആ ഒരു സൈസിനേക്കാളും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ കാണാൻ നല്ലൊരു പെർഫെക്ഷനായിട്ട് തോന്നിയിട്ടുള്ളത്. അതിലും സാധാ കിട്ടുന്ന ആ ഒരു ചെറുതിലും കുറച്ച് വലിപ്പത്തിലായിട്ടാണ് ഞാൻ ഇതിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 300 ഗ്രാമിലുള്ള ഒരു പാക്കറ്റാണിത്. ഏകദേശം 100 ഗ്രാമോളം തന്നെ ഞാൻ വേറെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി 200 ഗ്രാമോളം വരുന്നത് ഞാൻ വെള്ളത്തിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് വേവിച്ചെടുത്താൽ ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം വേവ് നമുക്ക് കിട്ടും. ഇത് മുഴുവനായിട്ടും നല്ല വെന്തുടഞ്ഞു പോകാൻ പാടില്ല. ഏകദേശം 1/4 ഭാഗത്തോളം മാത്രമേ വേവ് ആവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് വേവിക്കുന്ന ടൈമിൽ മാത്രമേ ഇത് വേവിക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ ഓൾറെഡി വേവിച്ച് വെക്കുകയാണെങ്കിൽ ഇത് കട്ട കെട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ വെന്ത ഉടനെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് ഫുള്ളായിട്ട് മിക്സ് ആക്കുമ്പോൾ എല്ലാം നല്ല പോലെ മിക്സ് ആക്കാനായിട്ട് നമുക്ക് പറ്റും.
അങ്ങനെ ഇതാ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാ വെർമിസെല്ലിയുടെയും വേവ് ചിലപ്പോൾ സെയിം ആയിരിക്കില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ അതൊന്ന് നോക്കി ചെയ്യാം. വെന്തുടയാതെ തന്നെ ആ ഒരു 1/4 ഭാഗം വേവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റെയിനറിലിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസും ഇതാ 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇതാ വെന്തുടഞ്ഞിട്ടൊന്നുമില്ല, ആ ഒരു ക്രിസ്പിനെസ്സോട് കൂടി തന്നെ ഉണ്ട്. അങ്ങനെ ഇതാ മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം ഉടഞ്ഞു പോവാതെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ തന്നെ തേങ്ങ ചിരിയതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ഇത് ഇട്ട് ഇളക്കേണ്ടി വരില്ലല്ലോ. ഈ ഒരു വെജിറ്റബിൾസും വെർമിസെല്ലിയും കൂടി മിക്സ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്താൽ ഇളക്കിയെടുക്കാനായിട്ട് കുറച്ച് എളുപ്പമല്ലേ. നിങ്ങൾ വെർമിസെല്ലിയുടെ കൂടെ തന്നെ തേങ്ങ ഇടാനായിട്ട് നോക്കുക. ഞാൻ തേങ്ങയുടെ കാര്യം അങ്ങനെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇളക്കി കഴിഞ്ഞപ്പോഴാണ് തേങ്ങ ഇട്ടില്ലല്ലോ എന്ന് ഓർത്ത് പോയത്. പിന്നെ ഇതാ പെട്ടെന്ന് തന്നെ അതെടുത്ത് ഇട്ട് കൊടുത്തു. ഇനി ഒന്നും കൂടി മുഴുവനായിട്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഈ ഒരു വെർമിസെല്ലി ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലേക്കായിട്ട് ഒരു വെറൈറ്റി ഐറ്റം തന്നെ റെഡിയാക്കി കൊടുത്ത് നോക്കാം കേട്ടോ. ഇന്നത്തെ ഈസി റെസിപ്പി ഇവിടെ ഫുള്ളായിട്ടുണ്ട്. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.